തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിൾ പഠന പരമ്പരയിലെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനം നടത്തുവാൻ പരിശ്രമിക്കുന്നു. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ഏറ്റവും ഹൃദയഹാരിയാണ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം. ഇതിനെ പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ ലേഖനം എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നു. സന്തോഷത്തിൻ്റെ പ്രമേയം ഈ ലേഖനം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. 1:4, 1:18, 1:25, 2:2, 2:17 മുതൽ 18 വരെ, 3:1, 4:1, 4:10 തുടങ്ങിയ വാക്യങ്ങളിൽ നമ്മൾ ഇത് കാണുന്നു. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തു ദർശനം ആദ്യമായി അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് രചിക്കപ്പെട്ട ഏറ്റവും ആകർഷകമായ അതുപോലെ തന്നെ പ്രചാരം നേടിയതുമായ ഗീതം ഈ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ ലേഖനം എഴുതപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ലേഖനത്തിൻ്റെ പഠനത്തിന് ഏറെ സഹായിക്കും. റോമാക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന മക്കദോനിയയിലായിരുന്നു ഫിലിപ്പി എന്ന നഗരം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് സ്ഥാപിച്ചാണ് ഈ നഗരം എന്നാണ് ചരിത്രം പറയുന്നത്. നഗരവാസികൾക്ക് റോമൻ പൗരാവകാശങ്ങൾ ലഭിച്ചിരുന്നതിനാൽ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ശക്തമായിരുന്നു. ഇന്നത്തെ ഉത്തര ഗ്രീസിൽ ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നു. കച്ചവട പ്രാധാന്യമുള്ളതും യുദ്ധകാല അനന്തരം റോമൻ പടയാളികൾ വാസസ്ഥലമായി കരുതിയിരുന്നതുമായ ഒരു പട്ടണമായിരുന്നു ഇത്. പൗലോസ്ലീഹ തൻ്റെ 2-ാം പ്രേക്ഷിത യാത്രയിലാണ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നതും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർ 4:15, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഫിലിപ്പിയയിലെ ക്രിസ്ത്യാനികളുമായി പൗലോസിന് ഒരു ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്ന് ലേഖനത്തിലെ വാത്സല്യപൂർവമായ ആ സ്വരം, അതിൻ്റെ ആ ഒരു ക്യാരക്ടർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സഭയ്ക്ക് പൗലോസിനോടും ഗാഠമായ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ പലപ്പോഴും പല രീതിയിൽ സഹായിച്ചു. പ്രത്യേകിച്ച് മറ്റ് വേദനിപ്പിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, പട്ടിണിയിലായിരുന്ന സഭകളെ സഹായിക്കുവാനുള്ള പൗലോസിൻ്റെ ഫണ്ട് റേസിംഗ് പ്രോജക്ട്സുകളിലൊക്കെ ഈ ഫിലിപ്പിയയിലെ സഭ സഹായിച്ചു. അതിൻ്റെ നന്ദിയായിട്ടും ഈ കത്ത് എഴുതി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫിലിപ്പിയർ 4:10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് പൗലോസ്ലീഹ തന്നെ പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, മാസിഡോണിയയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. യൂറോപ്പിൽ പൗലോസ് സ്ഥാപിച്ച ആദ്യ ക്രിസ്തീയ സമൂഹമായിരുന്നു ഇത്. അതായത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 6 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണാം. ഇതിൻ്റെ കാരണം എന്തായിരുന്നു? രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുൻപിൽ വന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ ഉദ്യമിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16, 9, 10 വാക്യങ്ങളിൽ നമ്മൾ പൗലോസ്ലീഹ പറയുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദർശനത്തിലൂടെയാണ് മക്കദോനിയയിലേക്ക് പോവുകയും ഫിലിപ്പിയിൽ സുവിശേഷം പ്രസംഗിച്ച് ഫിലിപ്പിയിലെ സഭ ഉണ്ടാകുകയും ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ഇതൊരു പ്രധാന വഴിത്തിരിവായിരുന്നു. കാരണം ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിലല്ല, ഫിലിപ്പി ഏഷ്യയോട് വളരെ അടുത്ത നഗരമായിരുന്നുകൊണ്ട് ഏഷ്യയിലെ നഗരങ്ങൾ പൂർണ്ണമായും ഹെലനിസ്റ്റിക് ആ ഒരു പാരമ്പര്യവും സംസ്കാരവും പാലിച്ചു വരുന്ന നഗരമായിരുന്നുകൊണ്ട് അവിടെ പൗലോസിന് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് സാധാരണമാണ്. പക്ഷേ ഏഷ്യയിലേക്കുള്ള ആ ഒരു പുതിയ അനുഭവം, പടിഞ്ഞാറ് ഗ്രീക്കുകാരുടെ ദേശം,
മഹാനായ അലക്സാണ്ടറിൻ്റെ വാസസ്ഥലം, ക്രിസ്തു അറിയപ്പെടാത്ത കിഴക്ക് ഏഷ്യയുടെ ഭാഗങ്ങൾ, ആ പ്രദേശത്തിലേക്ക് തൻ്റെ സുവിശേഷ പ്രഘോഷണം വ്യാപിച്ചുകൊണ്ട് പൗലോസ്ലീഹായുടെ പടിഞ്ഞാറോട്ടുള്ള തൻ്റെ യാത്ര തുടർന്നു എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-20 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഫിലിപ്പിയിലുള്ള ഈ സഭയ്ക്ക് അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടും സഭാചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ടും വളരെയധികം പ്രാധാന്യവും വ്യതിരക്തതയും ഉണ്ട്. ഇനി ഈ ലേഖനത്തിൻ്റെ രചയിതാവിനെക്കുറിച്ചും ഇത് എഴുതപ്പെട്ടത് എവിടെ വെച്ചാണെന്നും അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് എഴുതപ്പെട്ടത് എന്നുള്ളതൊക്കെയുള്ള അത് വളരെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന കാര്യങ്ങളാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനവും ഗലാത്യർക്ക് എഴുതിയ ലേഖനവും എഴുതിയതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ യഥാർത്ഥ കൃതിയായി സാർവത്രികമായി ഫിലിപ്പിയർക്ക് ഉള്ള ലേഖനം അംഗീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പൗലോസ്ലീഹ എഴുതിയതാണെന്നുള്ളത് കാര്യത്തിൽ തർക്കം അധികമില്ലാത്ത ലേഖനങ്ങളൊന്നാണ്. ഇത് പൗലോസ്ലീഹ തന്നെ എഴുതിയതാണ്. ഈ ലേഖനത്തിൻ്റെ ഭാഷാശൈലി, ഇതിൽ വിവരിച്ചിരിക്കുന്നതായ ദൈവശാസ്ത്രം, അതുപോലെ തന്നെ ഇതിൻ്റെ ആധ്യാത്മികത, അതുപോലെ തന്നെ ഇതിൻ്റെ ആശയസമ്പത്ത് എന്നിവയിൽ പൗലോസിൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ കർത്തൃത്വം വെളിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ദിസ് എപ്പിസൽ ബെയർസ് പോൾസ് മാർക്ക് എന്ന് നമുക്ക് പറയാം. പുരാതന സഭാ പാരമ്പര്യവും ഇതിൻ്റെ രചയിതാവ് പൗലോസ്ലീഹയാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഒരിക്കലും ആ പുരാതന സഭാ പാരമ്പര്യം ആ ലേഖനത്തിന് രചയിതാവ് എന്ന നിലയിൽ സംശയങ്ങൾ പറയുന്നില്ല. ഇനി ലേഖനം എഴുതിയതെപ്പോഴാണ്? ഇത് കാരാഗ്രഹ ലേഖനങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ ബന്ധനസ്ഥമായ സമയത്ത് ഉള്ള, നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ ആമുഖത്തിൽ കണ്ടതുപോലെ തന്നെ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണിത് എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. നമുക്കറിയാം ഫിലിപ്പിയർ 1:7, 13, 14, 17 എന്നീ വാക്യങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു സാധ്യത വരുന്നു. 3 സാധ്യതകൾ വരുന്നുണ്ട് ഈ കാരാഗ്രഹ ലേഖനമാണെങ്കിൽ പോലും. ഒന്ന്, AD 61-നും 63-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഇത് എഴുതപ്പെട്ടത് ആണ് എന്ന് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു പോകുന്നുണ്ട്. ഇനിയും മറ്റു ചിലർ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള ആ വാക്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് AD 58-നും 60-നും ഇടയ്ക്ക് കേസറിയയിൽ വെച്ച് ഇത് എഴുതപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20, 18, 19, 24, 1 കൊരിന്തോസ് 4:17, 15:32, 16:5, 2 കൊരിന്തോസ് 1:8-9 വാക്യങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം, 30-ാം വാക്യം, 4-ാം അധ്യായം 15-ാം വാക്യം, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു വാദം വരുന്നത് ഇത് എഫേസോസിൽ വെച്ച് എഴുതപ്പെട്ടതാണ് എന്നുള്ള ഒരു മാനമാണ്. അപ്പോൾ ഈ കത്ത് എഴുതപ്പെട്ട സ്ഥലത്തെ പറ്റിയുള്ള ചർച്ചകളിൽ റോമിന് പ്രാധാന്യം ലഭിക്കുന്നു, റോമായിൽ വെച്ച് എഴുതപ്പെട്ടു എന്നുള്ളതിന് പ്രാധാന്യം ലഭിക്കുന്നുണ്ടെങ്കിലും ഫിലിപ്പിക്ക് അടുത്ത നഗരമായ എഫേസോസിനാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അങ്ങനെയെങ്കിൽ AD 54-നും 58-നും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഈ കത്ത് എഴുതപ്പെട്ടു, അല്ലെങ്കിൽ ഈ കത്തിൽ അടങ്ങിയിരിക്കുന്ന കത്തുകൾ, അതായത് ഇതിന് മറ്റൊരു വശം കൂടെ നമ്മൾ ഓർക്കണം. പണ്ഡിതന്മാരുടെ ഇടയിൽ മറ്റൊരു ചർച്ച വരും. ഈ കത്തെന്ന് പറയുന്നത് 3 കത്തുകളുടെ സമാഹാരമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് 54-നും 58-നും ഇടയ്ക്കായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പേരും അത് എഫേസോസിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഇതിൽ പറയുന്ന 3 കത്തുകളിലെ അവസാനത്തെ കത്ത് ചിലപ്പം കോറിന്തോസിൽ വെച്ചായിരിക്കും എഴുതിയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക്, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഐക്യം അല്ലെങ്കിൽ ഒറ്റ കത്താണോ അതോ അല്ലയോ എന്നുള്ളത്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ നിരവധി വശങ്ങൾ സമകാലീന പണ്ഡിതരുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പൗലോസ്ലീഹ ഈ ലേഖനം എഴുതിയ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരു കത്ത് അല്ലെങ്കിൽ 3 കത്തുകളുടെ സമാഹാരമാണ് എന്ന ചർച്ചയും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വരുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം 2-3 ലേഖനങ്ങൾ ഒരുമിച്ച് ചേർത്തതാണ് എന്നുള്ള ചിന്ത ഇന്ന് വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പ്രബലപ്പെട്ടിട്ടുണ്ട്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് കത്തുകൾ എഴുതി എന്ന് 2-ാം നൂറ്റാണ്ടിൽ പോളികാർപ്പ് എന്ന സഭാപിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. കത്തുകൾ എഴുതിയെന്ന്, ഫിലിപ്പിയർക്ക് കത്ത് എഴുതിയെന്നല്ല, കത്തുകൾ എഴുതി. അപ്പോൾ നമുക്കറിയാം ആ ഒരു പ്ലൂറൽ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ഒരു കത്ത് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ കത്തുകളുടെ സമാഹാരമാണ് എന്നുള്ള ചിന്ത വളരെ ശക്തമാകുന്നതിന് കാരണമാണ്. അപ്പോൾ ലേഖനത്തിനുള്ളിൽ നിന്ന് തന്നെ ഇതുപോലെ ഇത് പല കത്തുകളുടെ സമാഹാരമാണ് എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലേഖനം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവതരണം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന്
3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് കത്ത് ഏതാണ്ട് ഉപസംഹരിക്കുന്ന രീതിയിലാണ്, അത് തീരുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് സ്വയം നീതീകരിക്കത്തക്ക രീതിയിൽ ചില എതിരാളികൾക്ക് എതിരായി സംസാരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അബദ്ധ പ്രബോധനം നടത്തുന്ന യഹൂദവൽക്കരണത്തിന്റെ വക്താക്കൾക്കെതിരായിട്ട് പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നു. അതുപോലെ തന്നെ 4-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരു ഉപസംഹാരം ആയിട്ട് വായിക്കുന്നവർക്ക് നമുക്ക് തോന്നും. എന്നാൽ 4:10 പൗലോസ് ശ്ലീഹ വീണ്ടും ഇത് ആരംഭിക്കുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ 4:4 സന്തോഷിക്കുവാനുള്ള ആഹ്വാനം 3:1 തുടർന്ന് നന്നായി ചേരുകയും ചെയ്യുന്നു. അപ്പോൾ 4:4 ആ ഒരു ഭാഗം 3:1 മുതൽ തുടങ്ങുന്ന ആ ഭാഗത്തിന്റെ അവസാനത്തിലാണ് യഥാർത്ഥത്തിൽ അത് ചേരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് പാർട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഇത് വരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കത്ത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന രീതിയിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒറ്റ കത്തായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലേഖനം പല കത്തുകളുടെ സമാഹാരമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. അപ്പോൾ ഇതിൽ 3 കത്തുകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 20 വരെ ആണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് ഇത് 1-ാമത്തെ കത്ത് എന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. ഫിലിപ്പിയരുടെ പ്രതിനിധിയായ എപ്പഫ്രോദിത്തസ് വഴി കാരാഗ്രഹവാസിയായ പൗലോസിന് ഫിലിപ്പിയക്കാർ ധനസഹായം അയച്ചു കൊടുത്തിരുന്നു. അതിന് ഉടൻ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിലാണ് ആദ്യത്തെ കത്ത്. അതായത് ഈ എഫ്രദോത്തസ് വഴിയായിട്ട് ഫിലിപ്പീൻ സഭയ്ക്ക് പാവപ്പെട്ട സഭാമക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പീഡനത്തിലായിരിക്കുന്ന സഭാമക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള പൗലോസ്ലിയുടെ ധനസമാഹരണത്തിന് അവർ ഉദാരമായി സഹായിക്കുന്നു. അതിന് പൗലോസ്ലിയ അവരോട് നന്ദി പറയുന്നു. കാരണം ആ ബന്ധമൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ കത്ത് നമ്മൾ ബൈബിൾ പണ്ഡിതൻ പറയുന്നത് 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെയും 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെയും 21-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയും ആണ് 2-ാമത്തെ കത്ത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതായത് 1 മുതൽ 3:1 ആദ്യ ഭാഗം, 4 മുതൽ 7 വരെയും 21 മുതൽ 23 വരെയുമാണ് 2-ാമത്തെ കത്ത്. ഇതിനകത്തിൽ തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന പൗലോസിന്റെ ഒരു വ്യക്തിപരമായ ഒരു കത്തായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തിപരമായ രീതിയിൽ അവരോട് സംസാരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് നമുക്കറിയാമല്ലോ. ഇത് വളരെ ഈ കത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ്. ആദ്യ കത്ത് എഴുതി കുറച്ചാഴ്ചകൾ കഴിഞ്ഞാണ് ഈ 2-ാമത്തെ കത്ത് എഴുതിയതെന്ന് പണ്ഡിതന്മാർ അനുമാനിക്കുന്നു. എപ്പഫ്രോദിത്തസ് ഫിലിപ്പിയിലേക്ക് പോകുമ്പോൾ പൗലോസ് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഫിലിപ്പിയർക്ക് അല്പം കൂടി വിപുലമായ ഒരു കത്ത് എഴുതുന്നത്. അതാണ് ഈ 2-ാമത്തെ കത്ത്. ഫിലിപ്പിയക്കാർ തങ്ങളുടെ സഹപൗരന്മാരിൽ നിന്ന് വലിയ എതിർപ്പ് അനുഭവിക്കുവാൻ തുടങ്ങിയത് കൂടാതെ അവരുടെ ഇടയിൽ തന്നെ ഭിന്നതകളും ഉണ്ടായിരുന്നു. എല്ലാത്തരം സ്വാർത്ഥതയുടെ ലക്ഷണങ്ങളും ഉപേക്ഷിച്ച് കൂട്ടായ്മയിൽ വളരുവാൻ പൗലോസ് ഈ കത്തിലൂടെ ഫിലിപ്പിയക്കാരെ ആ ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാവത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ കത്ത് എന്ന് പറയുന്ന കത്ത് എല്ലാം ഇപ്പോഴത്തെ ഫിലിപ്പിയ ലേഖനത്തിൽ ഉള്ള ഭാഗങ്ങളാണ്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 4-ാം അധ്യായം 3, 8, 9 വാക്യങ്ങൾ വരെയാണ് ഈ ഒരു 3-ാം കത്തെന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇവിടെ പൗലോസ് വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറയാണ്. ഉപദേശങ്ങൾ, ഡോക്മ അല്ലെങ്കിൽ വിശ്വാസപരമായ ദൈവശാസ്ത്രപരമായ പ്രബോധനങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ കത്ത് ചില കാര്യങ്ങൾക്ക് അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വാദപ്രതിവാദപരമായ ഈ കത്ത് പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമായിരിക്കണം രചിച്ചതെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല അത് ഫിലിപ്പി 2:24 പൗലോസ് ലീഹ ആഗ്രഹിച്ച ഫിലിപ്പി സന്ദർശനത്തിന് ശേഷം എഴുതിയതും ആകാം എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. യഹൂദ വൽക്കരണ പ്രിയരായ ചുറ്റി സഞ്ചരിക്കുന്ന അബദ്ധ പ്രഘോഷകരിൽ നിന്നും ഫിലിപ്പിയിലെ സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് വലിയൊരു ഭീഷണി പൗലോസ് ലീഹ കാണുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെടേണ്ടതിൻ്റെ അന്തസത്ത എന്ത് എന്ന് ഈ കത്തിൽ പൗലോസ് ലീഹ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്തുവാണ്. മറ്റൊരു ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിലുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ആ സവിശേഷതകൾ ഈ ക്രിസ്ത്യാനി ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റ് ചിലർ പറയുന്ന കാര്യങ്ങളിലൊന്നുമല്ല, അല്ലെങ്കിൽ പരിച്ഛേദനം ചെയ്യുന്നതുകൊണ്ടും യഹൂദന്മാരെ പോലെ ജീവിക്കുന്നത് കൊണ്ടല്ല എന്നൊക്കെ ഈ ഒരു കാര്യത്തിൽ പൗലോസ് ലീഹ പറയുന്നു. ഇനി
നമ്മൾ അതുകൊണ്ട് കത്തിനെ പറ്റിയുള്ള പൊതുവിലുള്ള ചില ധാരണകൾ ഇപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരു കത്തായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് 3 കത്തുകൾ അല്ലെങ്കിൽ പൗലോസ്ലീഹ എഴുതിയ കത്തുകളുടെ ഒരു സമാഹാരമായിട്ടും ഇത് മനസ്സിലാക്കാം എന്നും നമുക്കിതിലൂടെ നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനിയും ഈ ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലവും കാരണവും, നമുക്ക് പല കാരണങ്ങളും പല പശ്ചാത്തലമുണ്ട്. ഒന്ന്, ഫിലിപ്പിയായിലുള്ള സഭയോടുള്ള പൗലോസിൻ്റെ പ്രത്യേക സ്നേഹവും സഭയുടെ ജീവിത രീതികളിൽ പൗലോസിനുള്ള സംതൃപ്തിയും താല്പര്യവും അറിയിക്കുക. നമുക്ക് 2-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും. അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം. രണ്ടാമത്, അവരുടെ ധനസഹായത്തിനുള്ള നന്ദി അറിയിക്കുക. 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്, സുവിശേഷത്തിൻ്റെ വിജയത്തിനും പുരോഗമനത്തിനുമായി ഫിലിപ്പിയായിലെ സഭ കാണിക്കുന്ന തീഷ്ണതയെ അഭിനന്ദിക്കുക. 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇവിടെ ഓർക്കുക, ഈ ഒരു കത്ത് വളരെ സ്നേഹമസൃണമായ, ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ, ഇവരെ അനുമോദിക്കുന്നതായ, ഇവരുടെ മഹത്വത്തെക്കുറിച്ച് സന്തോഷിക്കുന്നതായ ഒരു കത്തായിട്ടാണ് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത്. മറ്റ് കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയൊക്കെ കാണുന്ന പോലെ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരോട് ശക്തമായിട്ട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, തിരുത്തുന്നത്, അങ്ങനെയൊന്നും നമ്മളിവിടെ കാണുന്നില്ല. ഇനി മറ്റു പൗരന്മാരിൽ നിന്ന് അവർക്ക് നേരിടേണ്ടതായ കഷ്ടപ്പാടിനെ പറ്റി, സഹനത്തെ പറ്റി വെച്ചുകൊണ്ട് സഹനത്തിനും സന്തോഷത്തിനുമുള്ള പ്രോത്സാഹനം, അത് ക്രിസ്തുവിലുള്ള ഭാഗഭാഗത്വത്തിൻ്റെ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു കാരണമായിട്ട് വരുന്നു. ഇനിയും അടുത്ത കാരണം, സഭയിലെ ഐക്യം ഉറപ്പിക്കൽ. കാരണം സംഭവ സമൂഹത്തിലെ ഭിന്നതകളും അബദ്ധ സുവിശേഷ പ്രഘോഷകർ അല്ലെങ്കിൽ ജുഡൈസർ എന്ന് നമ്മൾ പറയും, അതായത് യഹൂദ മത പാരമ്പര്യവും യഹൂദ സംസ്കാരത്തിന് മതത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഇവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചിലർ പരിശ്രമിക്കുന്നു. അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ ഒരു സ്പ്ലിൻറ്റർ ഗ്രൂപ്പാണ് ക്രിസ്ത്യാനിറ്റി. അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾ ക്രിസ്ത്യാനി ആകേണ്ടത് എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ അത് ആദ്യ സഭാ സമൂഹങ്ങളിലൊക്കെ നമ്മളത് കാണുന്നതാണ്. അപ്പം അങ്ങനെ വരുന്നവർക്ക് അവരുടെ പ്രബോധനത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി അവരുടെ സ്വാധീനത്തെ പറ്റി പൗലോസ്ലീഹ ഫിലിപ്പിയായിലുള്ള സഭാമക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വാധീനത്തിൻ്റെ ബോധ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ചെറുത്ത് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, സത്യവിശ്വാസം, ഓർത്തഡോക്സി എന്ന് പറയുന്ന പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യവിശ്വാസം എന്താണ് എന്നുള്ള ആ ബോധ്യത്തിൽ, അത് ഇവർ പറയുന്നതല്ല, അവരൊക്കെ അബദ്ധ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ അബദ്ധ സുവിശേഷ പ്രബോധകരാണ് എന്ന് പൗലോസ്ലീഹ പറയുന്ന ആ ഒരു കാരണം ഈ കത്തിന് ഒരു അടിസ്ഥാനവും പശ്ചാത്തലവും ആകുന്നുണ്ട്. ഇനി എല്ലാവരും ശൂന്യവൽക്കരണത്തിൻ്റെ യേശു മാതൃക അനുകരിക്കുവാൻ ഉപദേശിക്കുക എന്നുള്ള 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതാണ് ക്രിസ്റ്റോളജിക്കൽ ഹിം. അത് പുതിയ നിയമത്തിലെ ഏറ്റവും പഴയ ക്രിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള ബൈബിൾ ദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനകത്തിൽ കൂടി അതിനെ ക്രിസ്റ്റോളജിയിൽ കൂടി എക്ലേസിയോളജിയിൽ കൂടി ക്രിസ്ത്യൻ ലിവിങ് എത്തിക്സിലേക്കും ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിലേക്കും കൊണ്ടുപോകുന്ന ഒരു വേദഭാഗം കൂടിയാണ്. അതാണ് അതിൻ്റെ മനോഹാരിത അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ലേഖനത്തിൻ്റെ വ്യതിരക്തത, അല്ലെങ്കിൽ ഈ ലേഖനത്തെ മറ്റ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് നോക്കുക. ഒന്ന്, സന്തോഷത്തിൻ്റെ ശൈലി. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എന്ന പോലെ ഇവിടെ ശാസനകളില്ല. വളരെ സൗഹാർദ്ദപരവും ഹൃദയസ്പർശിയുമായ വാക്കുകളിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. 2, ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ക്രിസ്തുഗീതം. 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യം നമ്മൾ കണ്ടാണ്. സഭയിലെ ഏറ്റവും പ്രാചീനമായ ക്രിസ്തു വിജ്ഞാനീയം ഇവിടെ നമ്മൾക്ക് ലഭിക്കുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ പൗലോസിൻ്റെ വ്യക്തിപരമായ ആത്മീയത, ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനോട് ഇരിക്കാനുള്ള ആഗ്രഹം അവിടെ നമ്മൾ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറയുന്ന ആ ഒരു ദർശനം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വ്യതിരക്തത, പൗലോസ്ലീഹായും ഫിലിപ്പിയായിലെ സഭാമക്കളും തമ്മിലുള്ള സ്നേഹബന്ധം, ആ ഊഷ്മളത ഈ ലേഖനത്തെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഘടനയെ പറ്റി മനസ്സിലാക്കുന്നു. നമുക്കറിയാം 3 കത്തുകൾ അടങ്ങിയതാണ് ഈ ലേഖനം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഈ ലേഖനം ഒറ്റ ഒരു ലേഖനമായിട്ട് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ഘടന എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. അത് നമ്മൾ ഇതിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ ഇത് സന്ദേശം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. ആമുഖവും നന്ദി പ്രാർത്ഥനയും. 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 11 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ അഭിവാദനത്തിൻ്റെ ആമുഖ ഭാഗത്ത് അസാധാരണമായ ഒരു ദൈർഘ്യം നമ്മൾ കാണും. മറ്റേത് ഒരു 3 വാക്യം അല്ലെങ്കിൽ 4 വാക്യത്തിൽ തീരുന്നത്, ഇപ്പം 11 വാക്യം. അതിൽ എൻ്റെ പ്രത്യേകത ഇതുകൊണ്ടാണ്, ഈ ലേഖനത്തിന് ഒരു മറ്റൊരു പ്രത്യേകത കൊണ്ടാണ്. ഫിലിപ്പിയർക്ക് പൗലോസ്ലീഹായുമായിട്ടുള്ള
ആ കൂട്ടായ്മ, അവരുടെ ആ സ്നേഹബന്ധം, അവരുടെ സൗഹൃദം, അവര് ക്രിസ്തീയ സഭാദർശനത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി തീർന്നതിന് അവരെ ഒന്നിപ്പിക്കുന്ന ആ ഒരു ബന്ധം, സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ പൗലോസ്ലീഹയോടൊപ്പം അവർ നടത്തിയ സഹകരണത്തിനും ദൈവം അവരിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയുടെ, കാരണം നല്ലൊരു സഭയായതുകൊണ്ട് അവരിൽ ഉള്ള നല്ല പ്രവൃത്തിയുടെ ആ ഒരു പൂർത്തീകരണത്തിലുള്ള ആത്മവിശ്വാസ പ്രകടനവും, അവരെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ടില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുകയും സ്തുതിക്കുകയും ചെയ്ത് നിർത്തിയിട്ടില്ലെന്ന് പൗലോസ്ലീഹ പറയുന്നത് വെറുതെയല്ല. അവരുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള നന്ദിയും അടങ്ങിയിരിക്കുന്നു ഈ ആമുഖമായിട്ടുള്ള ഭാഗത്ത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ആമുഖം എന്ന് പറയുന്ന മറ്റൊരു കത്ത് എൻ്റെ ഭാഗമായിരിക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 3 കത്തുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം പൗലോസ്ലീഹയുടെ കാരാഗ്രഹ സാഹചര്യവും അല്ലെങ്കിൽ കാരാഗ്രഹവാസത്തെ പറ്റിയുള്ളതും. ഈ കാരാഗ്രഹവാസം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആണ്. അതിനുവേണ്ടി ഫിലിപ്പിയിലുള്ള സഭയും അതിനുവേണ്ടി പരിശ്രമിക്കണം, പോരാടണം എന്നുള്ള ആഹ്വാനവും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ പൗലോസ്ലീഹ കാരാഗ്രഹവാസി എന്ന നിലയിൽ തൻ്റെ സ്വന്തം അവസ്ഥ, സുവിശേഷത്തിൻ്റെ പുരോഗതി, എതിരാളികളുടെ ഓരോ പ്രവർത്തനങ്ങൾ, റോമായിലെ ക്രിസ്ത്യാനികളുടെ വർദ്ധിച്ച തീഷ്ണതയും ധൈര്യവും എന്നിവ വിവരിക്കുന്നുണ്ട്. കൂടാതെ തൻ്റെ വേഗത്തിലുള്ള മരണത്തിൻ്റെയോ സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയോ അധ്വാനിക്കുകയോ ചെയ്യുന്നതിൻ്റെയോ ഒരു കണക്കെടുത്ത് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് പൗലോസ്ലീഹ തൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു വികാരം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂടെയാണ് വരുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാവുന്ന 1:21 നമ്മൾ കാണുന്നത്. ഇനിയും ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ക്രിസ്തു ഗീതം അടങ്ങിയ ആ ഭാഗം. സ്വയം ശൂന്യനാക്കിയ യേശുവിനെ മാതൃകയാക്കി സഭാമക്കൾ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് യേശുവിനെ പോലെ അവർ എക്സൽറ്റഡ് ആകുക, അവർക്ക് ആ ഉയർച്ച കിട്ടുക, അല്ലെങ്കിൽ യേശുവിനെ മാതൃകയാക്കി ഐക്യത്തിനും വിനയത്തിനുമുള്ള ഒരു ആഹ്വാനം 1-ാം അധ്യായം 27-ാം വാക്യം മുതൽ 2-ാം അധ്യായം 18-ാം വാക്യം വരെയുള്ള ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു. 27-ാം വാക്യം മുതൽ ക്രിസ്തീയ ഐക്യത്തിനും ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ള ആ ഒരു ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, അതിൻ്റെ ആ ഒരു സ്ഥൈര്യത്തിനും വേണ്ടിയുള്ള ഒരു പ്രബോധനം പൗലോസ്ലീഹ നൽകുന്നുണ്ട്. അത് 2-4 വരെ നീളുന്നു. അവിടെ യേശു ക്രിസ്തുവിൻ്റെ മാതൃക, അവരുടെ കൂട്ടായ്മയെ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ എളിമയുടെയും സ്വയം ത്യാഗത്തിൻ്റെയും പ്രകടനമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കുറച്ച് പ്രബോധനങ്ങളും പൗലോസ്ലീഹ നൽകുന്നുണ്ട്. ഇനി 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ളത് നമുക്കറിയാവുന്നതിൻ്റെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ വിവരിക്കുന്ന ഒരു ഗീതം, ക്രിസ്തു ദർശനം നമുക്ക് നൽകുന്ന ഒരു ഗീതം, ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതം, ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ഗീതം. അപ്പോൾ ഇവിടെ ക്നോസിസിൽ നിന്നുള്ള മഹത്വം, സ്വയം ശൂന്യനാക്കിയ ക്രിസ്തുവിനെ ദൈവം ഉയർത്തി മഹത്വീകരിച്ചു എന്നതുപോലെ നമ്മൾ സ്വയം ശൂന്യവൽക്കരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും എന്നുള്ള ആ ഒരു ദർശനം ഈ ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് മാതൃകയായിട്ട്, യേശുവിനെ മാതൃകയായിട്ട് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി സുവിശേഷത്തിൻ്റെ സഹപ്രവർത്തകരായ തീമോത്തിയോസിനെയും എപ്പഫ്രോദിത്തോസിനെയും കുറിച്ച് പറയുന്ന ഭാഗമാണ് 2-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. തീമോത്തിയോസിനെ വേഗത്തിൽ മോചിപ്പിക്കുമെന്ന് പൗലോസ്ലീഹ ഇവിടെ പ്രത്യാശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കെദോനിയയിലേക്ക് തീമോത്തിയോസിനെ അയക്കുവാനുള്ള പൗലോസ്ലീഹയുടെ ഉദ്ദേശത്തെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പിയിലുള്ള സഭയുടെ പ്രതിനിധിയായിട്ട് പൗലോസ്ലീഹ കാണാൻ വന്ന എപ്പഫ്രോദിത്തോസിൻ്റെ ആ ഒരു രോഗത്തെ പറ്റിയുള്ള കാര്യവും പൗലോസ്ലീഹ ഇവിടെ പറയുന്നു. അദ്ദേഹം സുഖം പ്രാപിച്ചു തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് വ്യക്തിപരമായ രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഓർക്കുക, 3 കത്തുകളെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇവിടെ നമുക്ക് ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇനിയും 5-ാമത്തെ കാര്യം, അബദ്ധ സിദ്ധാന്തക്കാർക്കെതിരായുള്ള മുന്നറിയിപ്പുകളും വിശ്വാസസാക്ഷ്യവും ഈ കത്തിൽ കാണുന്നത്. അത് 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. സന്തോഷത്തിൽ എല്ലാവരും ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ, ക്രിസ്തുവിൽ നമ്മൾ സന്തോഷത്തോടെ നിലനിൽക്കുവിൻ എന്നുള്ള ഉത്ബോധനത്തോടു കൂടിയാണ് 3-ാം അധ്യായം ആരംഭിക്കുന്നത്. തുടർന്ന് പൗലോസ്ലീഹ സഭയിലെ അംഗങ്ങളെ സ്വാധീനിക്കുവാനുള്ള യഹൂദന്മാരുടെ ചില ശ്രമങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുക. അവർക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവരെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മതപരമായ മനോഭാവത്തെ, സങ്കുചിത മനോഭാവം,
എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള സങ്കുചം, എല്ലാവരും പരിച്ഛേദനം ചെയ്യണം. എന്നാൽ യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുകയാണ് യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ശക്തിയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം നിയമങ്ങളുടെയും അല്ലെങ്കിൽ പ്രവർത്തനത്തിന് അടിസ്ഥാനമായിട്ടുള്ള യഹൂദ മത ആധ്യാത്മികതയും പൗലോസ്ലീഹ അവിടെ കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസി, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ തൻ്റെ ഇന്നത്തെ സ്ഥാനം, അത് നൽകുന്നതായ ഒരു പ്രത്യാശ, അത് തൻ്റെ മുൻകാലങ്ങളിലുള്ള വിദ്യാഭ്യാസങ്ങൾ, ലക്ഷ്യങ്ങൾ, മതപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് താരതമ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സ്ഥാനം എത്ര മഹോന്നതമാകുന്നു എന്ന് പൗലോസ്ലീഹ തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയിലുള്ള സഭയെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അവർക്ക് ഈ ജുഡൈസേഴ്സ് എന്ന് പറയുന്ന ജൂഡൈസത്തിൻ്റെതായ ആ ഒരു കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചിലരുടെ ആ പ്രവർത്തനത്തെ എതിർക്കാൻ വേണ്ടിയും അതിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും കൂടിയാണ്. ഇനി ആ ദർശനത്തിൽ വളരെ സ്ഥിരതയുള്ള, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പൗലോസ്ലീഹയുടെ മുന്നറിയിപ്പ് നൽകും. എപ്പിക്യൂറിയനിസം, അതായത് ആ എപ്പിക്യൂറിയൻ ലിബറലിസം എന്നാണ് അതിന് പറയുന്നത്. അതായത് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം, നാളെ നമ്മൾ ജീവനോട് ഇരിക്കുകയോ ഇല്ലയോ നമുക്കറിയില്ല, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കും, അതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുക, ഇന്ന് നമ്മൾ ഉല്ലസിച്ച് ജീവിക്കുക. ഇത് ക്രിസ്തീയ ദർശനത്തിനെതിരാണ്. കാരണം നമ്മുടെ ഈ ലോകത്തെ ജീവിതം നശ്വരമാണ്. വരാനിരിക്കുന്ന അനശ്വരമായ നിത്യജീവൻ്റെ ആ ഒരു പ്രത്യാശയിലേക്ക് കർത്താവായ യേശുമിശിഹായുടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു നിത്യതയിലേക്കുള്ള ഉത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അനുഭവമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടത്തേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയ്ക്കെതിരായിട്ട്. അതുകൊണ്ട് ഈ എപ്പിക്യൂറിയനിസത്തിൻ്റെ ഭാഗമായിട്ട് ലൗകികതയും അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു അശ്രദ്ധയും അല്ലെങ്കിൽ അതിലുള്ള ലാക്സിറ്റി, അങ്ങനെ വീണു പോയവരെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്തിൽ ജുഡൈസേഴ്സിൻ്റെ സ്വാധീനമുണ്ട്, അതുപോലെ തന്നെ എപ്പിക്യൂറിയൻ ലിബറൽസിൻ്റെ ആ ഒരു സ്വാധീനവും വന്ന് വീണുപോയവരെ പറ്റിയുള്ള വിലാപത്തോടും ഭൗമിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രക്ഷകനായ കർത്താവായ യേശുവിൻ്റെ വരവിനായി ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്ന സ്വർഗത്തിലെ പൗരന്മാരുടെ തലത്തിലേക്ക് ഫിലിപ്പിയിലുള്ള മക്കളെല്ലാവരും, സഭാമക്കളെല്ലാം ഉയരണമെന്ന് പൗലോസ്ലീഹ ഈ ഭാഗത്ത് ഉദ്ബോധിക്കുന്നു. അതുകൊണ്ട് അവിടെ പറയുന്ന ഒരു ദർശനം ഇതാണ്: ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിനെ നേടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുക എന്നുള്ള കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അവസാനത്തെ ഉപദേശങ്ങളും നന്ദിയും 4-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും നമ്മൾ ഓർക്കുക, സന്തോഷിപ്പീൻ എന്ന ആ വാക്ക് 4:4 അത് വളരെയധികം ആവർത്തിക്കുന്നുണ്ട്. സംഭാവനയോട് നന്ദി പറയും. 4-ാം അധ്യായം ആരംഭിക്കുന്നത് സ്ഥിരതയ്ക്കുള്ള പ്രബോധനത്തിൻ്റെ ആവർത്തനത്തോടു കൂടിയാണ്. അതായത് സ്ഥിര ഉത്സാഹത്തോടു കൂടി യേശുവിൽ വിശ്വസിക്കുക. സഭയിലെ 2 പ്രമുഖ സ്ത്രീകളെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായിട്ട് പൗലോസ്ലീഹ സ്നേഹബുദ്ധിയ ഉപദേശിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പസ്തോലൻ്റെ ഒരു മുൻ സഹപ്രവർത്തകയോട് ഇതിൽ ഇടപെട്ട് അവരെ സഹായിക്കുവാനും അപേക്ഷിക്കുന്നുണ്ട്. തുടർന്ന് ക്ഷമ, വിശ്വാസം, പ്രാർത്ഥന, നന്ദി പറയൽ, എല്ലാം വിശുദ്ധവും കൃപയും ഉള്ളതുമായ ചിന്തകളും മനോഭാവങ്ങളും വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, അവരുടെ ആ സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആ മുൻ നാളുകളിൽ അവർ കണ്ടതുപോലെ ക്രിസ്തീയ മാതൃക അനുകരിക്കുക എന്നുള്ള പ്രബോധനങ്ങൾ പൗലോസ്ലീഹ ഇവിടെ വീണ്ടും തുടരുന്നുണ്ട്. എല്ലാറ്റിനുപരി ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാഗ്ദാനം പൗലോസ്ലീഹ നൽകുകയും ചെയ്യുന്നുണ്ട്. 4-ാം അധ്യായം 10-ാം വാക്യം മുതൽ സഭയിൽ നിന്ന് ലഭിച്ച ദാനത്തിന്, ഈ സഭയിലെ ഒരു അംഗമാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിൻ്റെ ആ വലിയ ദാനം, അതിൻ്റെ മഹത്വം എന്താണെന്ന് പൗലോസ്ലീഹ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ചിന്താ രീതിയെയും ഉദാരമായ കരുതലിനെയും ഹൃദയംഗമായിട്ട് പൗലോസ്ലീഹ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി, അവരുടെ ദൈവീകമായ ആധ്യാത്മിക ദർശനത്തിൽ പൗലോസ്ലീഹ സംതൃപ്തനാണ്. അതുകൊണ്ട് അദ്ദേഹം അവരെ അഭിനന്ദിക്കുന്നു. അത് വളരുന്നതിന് വേണ്ടി അത്തരമൊരു ആത്മാവും അത്തരമൊരു ശുശ്രൂഷയും അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന ആ ഒരു ഉറപ്പ് പൗലോസ്ലീഹ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു വേദഭാഗം അവസാനിക്കുന്നത്. ഇനിയും അവസാനം ഉപസംഹാരം, ഈ കത്തിൻ്റെ ഉപസംഹാരമായിട്ട് നമുക്ക് കരുതാവുന്ന ഭാഗം 4-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സമാപന ആശംസകൾ ഇതിനകത്തിൽ പൊതുവായിട്ട് പറയുന്നുണ്ട്. പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ല. ഒറ്റ സെൻറ്റൻസിൽ നിർത്തും: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ,
നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കട്ടെ എന്ന അനുഗ്രഹത്തോടു കൂടി ഈ ലേഖനം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു ഘടനയും അതിൻ്റെ ഒരു ചെറിയ ഉള്ളടക്കവും ഒക്കെ ആയിട്ട് നമുക്ക് കരുതാവുന്ന കാര്യങ്ങൾ. ഇനിയും ഈ ലേഖനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൈവശാസ്ത്രത്തിലേക്ക് നമ്മളൊന്ന് സംക്ഷിപ്തമായിട്ട് കടക്കുന്നു. അതിനുശേഷം അത് നമ്മൾ വിപുലീകരിക്കുന്നതാണ്. ക്രിസ്തുവിലുള്ള സന്തോഷം, സന്തോഷിപ്പീൻ എന്ന് പൗലോസ് ശ്ലീഹ 16 തവണ ഈ ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണവും മഹത്വൽക്കരണവും 2:6 മുതൽ 11 വരെയുള്ള അതിനകത്ത് ക്രിസ്തു ഗീതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വം, ദൈവത്തോട് നിലനിർത്തേണ്ട അല്ലെങ്കിൽ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യരൂപം എടുത്ത യേശു ക്രൂശിതനാകുവോളം തന്നെ താഴ്ത്തുകയും അനുസരിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി. അവന് സകലരുടെയും മുകളിൽ അധികാരം നൽകി. അങ്ങനെ യേശു കർത്താവാണ് എന്ന് സകല ലോകവും സമ്മതിക്കത്തക്ക രീതിയിലുള്ള ഒരു മനുഷ്യനായ കർത്താവിന്. അതാണ് ക്രിസ്റ്റോളജിയുടെ ഒരു പ്രത്യേകമായ ഒരു ദർശനം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം ഐക്യവും വിനയവും. അത് ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് സഭയിലെ സമാധാനത്തിനും പരസ്പര വിനയത്തിലൂടെയുള്ള ഐക്യത്തിനു വേണ്ടി പൗലോസ് ശ്ലീഹ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം എപ്പോഴാണ് സഭയിൽ ആശയങ്ങളിലുള്ള വ്യത്യസ്തത മൂലവും അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസം മൂലവും അല്ലെങ്കിൽ ഒരാളുടെ ടേസ്റ്റുകളിലുള്ള വ്യത്യാസം മൂലമൊക്കെ വേണമെങ്കിൽ ഐക്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ ഇവിടെ ഒന്നിപ്പിക്കേണ്ടത് കർത്താവായ യേശു മിശിഹയാണ് എന്നുള്ള ആ ഒരു ദർശനം പൗലോസ് ശ്ലീഹ 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നൽകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പൗലോസ് ശ്ലീഹ പറയുന്നത് പിൽഗ്രിമേജ്, തീർത്ഥയാത്ര. ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞാനിതാ യാത്ര ചെയ്യുന്നു. 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് ഞാനിതാ യാത്ര ചെയ്യുന്നു, നിങ്ങളും നമ്മളെല്ലാവരും അങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യം ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി സഹനത്തിൻ്റെ ദൈവശാസ്ത്ര ആധ്യാത്മികത 1-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകുക എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ തടവിലുള്ള സഹനത്തെപ്പറ്റിയും പീഡനങ്ങളെയും പറ്റിയും പറഞ്ഞുകൊണ്ട് അതിലങ്ങ് സന്തോഷം കണ്ടെത്തുകയാണ്. നിങ്ങളങ്ങനെ അതിൽ വിഷമിക്കേണ്ട, സന്തോഷിക്കുവിൻ. കാരണം അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി, സുവിശേഷ പ്രഘോഷണം ശക്തമായി നടക്കുന്നതിന് വേണ്ടി അത് ഇടയാക്കി തീർക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള വെല്ലുവിളികളോ പീഡകളോ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പൗലോസ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തു സഹിച്ചതുപോലെ നമ്മൾ സഹിക്കുക. ക്രിസ്തുവിൻ്റെ സഹനം നമുക്ക് രക്ഷ നൽകിയതുപോലെ നമ്മുടെ സഹനം സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് ശക്തി പകരുന്നു. പിന്നെ പറയുന്നത് ക്രിസ്ത്യൻ ജനറോസിറ്റി, അവരുടെ ജനറോസിറ്റി അല്ലെങ്കിൽ അവരുടെ ദാനധർമ്മത്തെക്കുറിച്ചുള്ള ആ ഒരു നന്ദി പറയുന്നുണ്ട്. അവർ ധനസമാഹരണത്തിൽ വളരെ ഉദാരമായി സഹകരിച്ചു. ദാനവും അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണല്ലോ സഭയിലുള്ള ഇങ്ങനെയുള്ള പങ്കാളിത്തം ഓരോ വ്യക്തിയുടെയും. 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഫിലിപ്പിയയിലുള്ള സഭയോടുള്ള പൗലോസിൻ്റെ ശക്തമായ വ്യക്തിപരമായ അടുപ്പമാണ് ഈ ലേഖനത്തിലുടനീളം നാം കാണുന്നത്. ഈ കാര്യത്തിൽ അത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തോട് സാമ്യവും ഉണ്ട്. ഔദ്യോഗികമായ അല്ലെങ്കിൽ ഗാംഭീര്യമായ ഒരു പൂർണ്ണതയൊന്നും ഈ ലേഖനത്തിന് ഇല്ല. മറ്റ് ലേഖനങ്ങളെ പോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനമോ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനമോ അല്ലെങ്കിൽ മറ്റ് ലേഖനത്തെ പോലെ അങ്ങനെ ഒരു അതിന് ഔദ്യോഗികത ഒന്നുമില്ല. കാരണം ഇതൊരു സ്നേഹ മസൃണമായിട്ട് എഴുതിയ ഒരു കത്താണ്, ഒരു ലവിങ് ലെറ്റർ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ത്രീസീസ് അല്ലെങ്കിൽ വിശ്വാസപരമായ സത്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരതിൽ വളർന്നിരിക്കുന്നു എന്നുള്ള അതിൽ പൗലോസ്ലിഹയുടെ സംതൃപ്തി അതുകൊണ്ടാണ് അറിയിക്കുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സുഹൃത്തും സഹദാസനുമായി അപ്പോസ്തലൻ ആ സഭയെ അഭിവാദനം ചെയ്യുന്നു. ലേഖനത്തിൻ്റെ സ്വഭാവം ഏതാണ്? പൂർണ്ണമായും പ്രശംസനീയമാണ്. ഈ കത്ത് അവസാനം വരെ നന്ദിയുള്ള സന്തോഷത്തിൻ്റെ സ്ഥിരമായ ഒരു പ്രവാഹത്തിൽ ഒഴുകുന്നുണ്ട്. ഇനി ഈ കത്ത് പൗലോസ്ലിഹയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു ഫീൽ കൂടെ നമുക്ക് നൽകുന്നുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു അനുഭവം കൂടി നമുക്ക് നൽകുന്നുണ്ട്. തൻ്റെ വിഷയത്തിൽ നേരിട്ടുള്ള ദിവ്യ ഉപദേശങ്ങളുടെ ആഴങ്ങളിലേക്ക് നയിക്കുന്നതോ അല്ലെങ്കിൽ വികാരപരമായ പ്രാർത്ഥനയിൽ തൻ്റെ ആത്മാവിനെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായ ചിന്തകളുടെ സ്വതസിദ്ധമായ പ്രേരണകൾക്ക് അപ്പോസ്തലൻ സ്വയം വിട്ടുകൊടുക്കുന്ന ഈ ലേഖനം, ഇത് ചില സ്ഥലത്ത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമായിട്ട് സാമ്യമുണ്ട്. ഒന്നുകിൽ എഫേസോസുകാർക്ക് ലേഖനം ഇതനുസരിച്ച് എഴുതപ്പെട്ടു. അപ്പോൾ ആ ഒരു സന്തോഷം, എലവേറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് കോൺഫിഡൻസ് in his preaching. Why? Because that is really reflected in the life of
ഫിലിപ്പീൻസ്. അതുകൊണ്ട് അപ്പസ്തോലൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ഡോക്മ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഡോക്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ട്രൈനൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസ പ്രബോധനങ്ങൾ ഒരു അഭാവം ഈ ലേഖനത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്തിന്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വിശ്വാസപരമായ വീഴ്ചകൾ ഈ സഭയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വിവരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഐക്യത്തെക്കുറിച്ച് മാത്രം പറയുന്നു. കാരണം എക്സ്റ്റേണൽ ആയിട്ടുള്ള ചലഞ്ച് അവർക്ക് വേണ്ടു. ജുഡൈസേഴ്സിൻ്റെയും എപ്പിക്യൂരിയൻ ലിബറൽസിൻ്റെതുമായ അറ്റാക്കിനെതിരായിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം മാത്രമേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ഈ ലേഖനത്തിൽ നമുക്ക് അത് എന്താണ്, സുവിശേഷത്തിന്റെ സത്യം കാതിലും, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ, ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികവും സഭാപരമായ ദർശനം, സഭയുടെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്തിൽ ആ ഡോക്മാറ്റ്, വിശ്വാസപരമായ വിശ്വാസ സത്യങ്ങളുടെ കീറിമുറിച്ചുള്ള അവതരണവും കീറിമുറിച്ചുള്ള അതിൻ്റെ വിശകലനവും അതിൻ്റെ വിശദീകരണവും ഒന്നും പൗലോസ്ലീഹ ഇവിടെ തരേണ്ട കാര്യമില്ല. കാരണം there is no need, because that church is by itself in a good, better place compared to other churches. മറ്റു ലേഖനങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന വിശ്വാസ സംബന്ധവും അതുപോലെ തന്നെ എത്തിക്സ്, ഉപദേശപരവുമായ പ്രമേയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പസ്തോലനും ഈ ഫിലിപ്പിയക്കാർക്കും ഇടയിൽ വിശ്വാസ സത്യങ്ങളിൽ ആഴപ്പെട്ട ഒരു ബന്ധം ഉണ്ട് എന്ന് നമുക്കിതിൽ കാണുന്നുണ്ട്. അത് ആത്മവിശ്വാസത്തോടെ അവരിലേക്ക് തിരിയുവാനും അവർക്ക് ലേഖനം എഴുതുവാനും പൗലോസ്ലീഹ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു ഔപചാരിക പ്രബോധനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനിയും നമ്മൾ ഒരു ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു സംക്ഷിപ്തമായിട്ട് ഇതിനകത്തുള്ള ദൈവശാസ്ത്ര അല്ലെങ്കിൽ ഇതിൻ്റെ തീംസ്, ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനിയും കുറച്ചുകൂടെ ഒരു 10 തലങ്ങളിൽ ഇതിൻ്റെ ദൈവശാസ്ത്ര പഠനങ്ങളൊന്ന് അവതരിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. ഒന്ന്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ക്രിസ്തു ദർശനം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി. ഫിലിപ്പിയർ 2:6-11 ആണ് ക്രിസ്തു സ്തോത്രഗാനം ആണ് ഇതിലുള്ള ക്രിസ്തു ദർശനത്തിൻ്റെ കേന്ദ്രം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? കർത്താവായ യേശു മിശിഹ ദൈവസ്വരൂപത്തിലുണ്ടായിരുന്ന, ദൈവവുമായിട്ട് ഉള്ള സാമ്യത ഉള്ളതായ യേശു, അല്ലെങ്കിൽ ദൈവമായിരിക്കുന്ന യേശു തന്നെ ശൂന്യവൽക്കരിച്ചു. കെനോസിസ്, ദൈവത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ സത്വം അത് മാറ്റിക്കൊണ്ട്, അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മനുഷ്യനായി തീർന്നു, ദാസന്റെ രൂപം സ്വീകരിച്ചു. എന്ത് കാരണം? അനുസരണം വരെ, അതെ കുരിശുമരണം വരെ തന്നെ വിധേയനാക്കുന്ന ഈ അനുസരണത്തിലൂടെ, ആദിമാതാപിതാക്കളുടെ അനുസരണക്കേടിലൂടെ പാപ ഈ ലോകത്തിലേക്ക് വന്നെങ്കിൽ പുതിയ ആദാമായ കർത്താവിൻ്റെ അനുസരണത്തിലൂടെ ഈ ലോകത്തിന് രക്ഷ നൽകി, കുരിശുമരണത്തിലൂടെ അവൻ ഈ ലോകത്തെ രക്ഷിച്ചു എന്ന് പറയുന്ന ആ ഒരു ദർശനമൊക്കെ ഇതുകൊണ്ട് നമുക്ക് കൂട്ടി വായിക്കണം. അതുപോലെ തന്നെ കെനോസിസിൽ നിന്ന് സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ മഹത്വവൽക്കരണം, ദൈവം അവനെ ഉയർത്തിയ എല്ലാ നാമത്തിനും ഉപരിയായി നാമം നൽകി. ഇനിയും സർവാധിപത്യവും ആരാധനയും, എല്ലാ മുട്ടുകളും അവൻ്റെ മുൻപിൽ മടങ്ങുന്നതിന് വേണ്ടിയാണ്, എല്ലായിടത്തും യേശു കർത്താവാണെന്ന് പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ ആരാധനയും മഹത്വവും അതിലൂടെ ആണ്. ഇതിലൂടെ ദൈവത്വത്തിൻ്റെ മനുഷ്യത്വവും വിനയവും മഹത്വവും തമ്മിലുള്ള ക്രിസ്തീയ ദർശനം വ്യക്തമാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായ കർത്താവിൻ്റെ ആ ദർശനം, അതുപോലെ തന്നെ വിനയവും മഹത്വവും തമ്മിലുള്ള ബന്ധം, ശൂന്യവൽക്കരണത്തിലൂടെ മഹത്വീകരിക്കപ്പെടാം എന്നുള്ള ആ കാര്യമൊക്കെ അന്നത്തെ കാലത്ത് ഗ്രേക്കോ റോമൻ ഒരു സംസ്കാരത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സെനാറിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അബദ്ധജടിലമായിട്ട് അവർ കരുതിയിരുന്നതാണ്. കാരണം തങ്ങളെ തന്നെ അവതരിപ്പിക്കുകയും തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രകടനപരതയുടെ ആ ഒരു വലിയ ഒരു സാമൂഹ്യ ദർശനം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾക്കിത് പറഞ്ഞാൽ അത്രയൊന്നും നമുക്ക് അതിൻ്റെതായ ആ ഒരു വെല്ലുവിളിയെപ്പറ്റി മനസ്സിലാകണമെന്ന് ഇല്ല. 2, രക്ഷയുടെ ദൈവശാസ്ത്രം, സോറ്റീരിയോളജി. രക്ഷ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ദാനമാണ്, അത് വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നതെന്ന് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നത് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. 2-ാം അധ്യായം 12 മുതൽ 13 വരെകളിൽ ഭയത്തോടും നടുക്കത്തോടും കൂടി നിങ്ങളുടെ രക്ഷ നേടിയെടുക്കുവിൻ. മനുഷ്യൻ്റെ സഹകരണവും ദൈവത്തിൻ്റെ പ്രവർത്തനവുമാണ് രക്ഷയിലെ ആ ഒരു പ്രവർത്തന ശൈലി എന്നുള്ള കാര്യം. അതുകൊണ്ട് രക്ഷ നമ്മൾ നേടിയെടുക്കണം. എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? ദൈവത്തോട് നമ്മൾ സഹകരിക്കുക. പൗലോസ്ലീഹ അതുപോലെ തന്നെ ക്രിസ്തുവിനെ അറിയുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല, ബാക്കിയെല്ലാം ഞാൻ വേണ്ട എന്ന് വെച്ചു, അത് തുച്ഛമായി കരുതി അല്ലെങ്കിൽ അവഗണിക്കുന്നതായി കരുതി. 3-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ നിയമത്തിൻ്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നീതി ലഭിക്കുന്നത്. അപ്പം രക്ഷ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള
ആ ഒരു ദൈവിക ദാനമാണ്, കൃപയാണ്, ദൈവത്തിൻ്റെ ജനറോസിറ്റിയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ലഭിക്കുന്നത്. അത് ക്രിസ്തുവിനോട് എങ്ങനെ നമ്മൾ അനുരൂപപ്പെടുന്നു, ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണും. ഇനിയും സഭാവിജ്ഞാനിയും എന്ന് പറയും. സഭാവിജ്ഞാനി, സഭയെക്കുറിച്ചുള്ള ദർശനം, എക്ലീസിയോളജി. സഭ ഐക്യത്തിനും സ്നേഹത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്നു. 2-ാം അധ്യായം 2-ാം വാക്യം. അതുപോലെ തന്നെ ഫിലിപ്പിയയിലുള്ള സഭ സുവിശേഷത്തിൻ്റെ പങ്കാളികളാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1-ാം അധ്യായം 5-ാം വാക്യം, 4-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെയെല്ലാം ഈ സഭയുടെ മഹത്വം പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സഭാജീവിതം വിനയം, പരസ്പര സേവനം, സന്തോഷം എന്നിവ കൊണ്ട് അടയാളപ്പെടുത്തണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ സഭയിലെ ആ ജീവിതം അവിടെയൊക്കെ ക്രിസ്തുവിനെ മാതൃകയാക്കിയുണ്ട്. അപ്പോൾ സഭയെന്ന് പറയുന്നത് ഇങ്ങനെ ക്രിസ്തുവിനെ മാതൃകയാക്കിയ മറ്റ് ഒരു ക്രിസ്തുവായി തീർന്ന ദൈവമക്കളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അതുപോലെ തന്നെ സഭയിലെ മാതൃകകളാക്കാൻ പറ്റിയ 2 പേരാണ്, തിമോത്തിയോസിനെയും എപ്പഫ്രോദിത്തസിനെയും അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് പൗലോസ് ലീഹ ഈ ഒരു ലേഖനത്തിൽ. അവർ അങ്ങനെയാണ് സഭാ ദർശനം ഇവിടെ അവതരിപ്പിക്കുന്നു. അനേകം പേരുടെ ഒരുമിച്ചുള്ള വിനയത്തിലും സ്നേഹത്തിലും പരസ്പര ധാരണയിലും സ്വയം ശൂന്യവൽക്കരണത്തിലുമുള്ള കൂട്ടായ്മയാണ് സഭ. അതിലൂടെ കർത്താവ് സഭാമക്കളെ ഉയർത്തുന്നു. ഇനിയും എത്തിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി, ക്രിസ്തീയ മൂല്യവും ആത്മീയതയും. വിനയം, സേവനം, ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ചില മൂല്യങ്ങൾ 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഇരിക്കുക, സാഹചര്യങ്ങളല്ല, കർത്താവിൽ നിന്നുള്ള സന്തോഷം. നമ്മൾ ജസ്റ്റ് ഗ്ലാഡ് ആയിട്ടിരിക്കുകയല്ല, ജോയ്ഫുൾ ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുകയല്ല. അന്നത്തെ ഒരു അനുഭവം കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അനുഭവം കാരണം അതല്ല. നോ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ജോയ്ഫുൾ ഇൻ ക്രൈസ്റ്റ്, അങ്ങനെ നമ്മൾ ആയിരിക്കുക. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് കൃത്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബി സാറ്റിസ്ഫൈഡ്, സമ്പന്നനായാലും ദരിദ്രനായാലും എല്ലാറ്റിലും സംതൃപ്തരാകുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ ആ ഒരു മാതൃക നമ്മൾക്ക് സംതൃപ്തിയായിട്ട് ബി സാറ്റിസ്ഫൈഡ്. 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യം. പിന്നെ നമ്മൾ കാണുന്നത് പീസ്, എല്ലാ ബുദ്ധിക്കും മേലായ ദൈവശാന്തി, ഷലോം. 4-ാം അധ്യായം 7-ാം വാക്യം. ഈ ഒരു ശാന്തി എല്ലാവർക്കും ലഭിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ അനുകരിക്കാവുന്നവരായിട്ട് കർത്താവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ വിശ്വാസ സാക്ഷികളെ അനുകരിക്കുക, എന്നെ അനുകരിക്കുക എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്നെ അനുകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊരു, അതായത് മോഡൽ, എക്സാമ്പിൾ, എക്സർട്ടേഷൻ, ഇവയെല്ലാം ഈ ഒരു കാര്യത്തിൽ ക്രിസ്തീയ എത്തിക്സ് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ആ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്, നമ്മളുടെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും മാതൃക ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ സുവിശേഷകരായിട്ട് എന്നെ അനുകരിക്കുമെന്ന് അത്ര കോൺഫിഡൻസോടുകൂടി പൗലോസ് ലീഹായ്ക്ക് അവരോട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും മാതൃകയാക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ. ഇനി മരണാനന്തര പ്രത്യാശ അല്ലെങ്കിൽ എസ്കത്തോളജി, മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം എങ്ങനെയാണ് ഈ വേദഭാഗം പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യം. സ്വർഗത്തിലെ പൗരന്മാർ, സിറ്റിസൺസ് ഓഫ് ഹെവൻ, വിശ്വാസികളെല്ലാം സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്, സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ്. ആ ലക്ഷ്യം, ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നു 3-ാം അധ്യായം 14-ാം വാക്യം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ശരീരത്തിൻ്റെ മാറ്റം എന്താണ്? ക്രിസ്തുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട എക്സൽറ്റഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ റിസറക്റ്റഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നിസാരമായ ശരീരവും മാറ്റപ്പെടും എന്നാണ് പൗലോസ്. അതാണ് നമ്മുടെ രക്ഷയുടെ ഭാഗമായിട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, എസ്കത്തോളജിയുടെ ഭാഗമായിട്ട് പറയുന്നത് 3-ാം അധ്യായം 21-ാം വാക്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ സഹനത്തിനും സന്തോഷത്തിനും ഇത് വലിയൊരു പ്രത്യാശയായിട്ട് നമുക്ക് ശക്തി നൽകുന്നു. അപ്പോൾ അതാണ് മരണാനന്തര ജീവിതത്തെ അല്ലെങ്കിൽ എസ്കത്തോളജി എന്ന് പറയുന്ന ആ ഒരു ദൈവശാസ്ത്രത്തിന് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ലേഖനം മറ്റൊരു വളരെ ആകർഷകമായ ഒരു കാര്യം കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. സഹനത്തിൻ്റെ ആധ്യാത്മികത അല്ലെങ്കിൽ സഹനത്തിൻ്റെ ദൈവശാസ്ത്രം ഈ ലേഖനം എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളത് വായിക്കും തോറും കൂടുതൽ നമുക്കത് മനസ്സിലാകും. അതായത് 1-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്? സഹനവും പീഡകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കേണ്ടി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊരു നാശത്തിലേക്കോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്കോ കാണാതെ ക്രിസ്തുവിൻ്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണെന്ന്
നമ്മളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പൗലോസിൻ്റെ കാരാഗ്രഹവാസമാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് സുവിശേഷത്തിൻ്റെ പുരോഗതി കാരണമാണ്. ശരിയാണല്ലോ, നമ്മൾ ചരിത്രം നോക്കിയാലും പൗലോസിൻ്റെ കാരാഗ്രഹവാസം അന്നേരത്തെ സമയത്ത് അവർക്കതൊരു വലിയൊരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു നിരാശയുടെ കാരണമായിട്ടോ ആയിത്തീരാവുന്ന അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് അതിന് ശക്തമായ ഒരു അവസരമായി തീർന്നു, പ്രചോദനം ആയിത്തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പാരലൈസ് ചെയ്യാണ് വിശ്വാസികളുടെ കഷ്ടപ്പാട് വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ക്രിസ്തുവിലുള്ള മൗത്യത്തിൽ. അതായത് ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ മൗത്യപൂർവമായ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർമേഷൻ നടത്തുമ്പോഴാണ് അവൻ രക്ഷ നേടുന്നത്. മരണാന്തര ജീവിതത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസികളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമാണ് ഈ വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാട് എന്ന് ഈ ലേഖനത്തിൽ പൗലോസ് പറയും. ഇനി ദാനധർമ്മവും സുവിശേഷ പ്രഘോഷണത്തെ അല്ലെങ്കിൽ മിഷൻ പങ്കാളിത്തത്തെ പറ്റിയും പറയുന്നുണ്ട്. ഫിലിപ്പിയരുടെ ആ ഒരു സഹവാസം കൊയിനോണിയ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 1-ാം അധ്യായം 5-ാം വാക്യം, 4-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിൽ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ കൊയിനോണിയ. നമ്മൾ ആ ഒരു സഹവാസത്തിൽ എല്ലായിടത്തുമുള്ള സഭകളുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് എവിടെ ഏതെങ്കിലും ഒരു അവയവം വിഷമിക്കുന്നെങ്കിൽ അവിടേക്ക് നമ്മൾ സഹായമായിട്ട് ചെല്ലുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വത്വത്തിൻ്റെ ക്രിസ്തീയ സ്വത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന് പ്രസാദകരമായ ഒരു സുഗന്ധപൂരിതമായ നിവേദനമായിട്ട് ദാനധർമ്മത്തെ പൗലോസ് ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ നോക്കുക. 4-ാം അധ്യായം 18-ാം വാക്യം. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ദാനങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി തീർന്നു, ക്രിസ്തുവിലുള്ള വളർച്ചയുടെ സാക്ഷ്യമായി തീരുന്നു. ഇങ്ങനെ വളരെ ഉദാത്തമായ രീതിയിൽ ദാനധർമ്മത്തെക്കുറിച്ചുള്ള ഒരു ആധ്യാത്മികത ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ജീവിതവും മരണവും തമ്മിലുള്ള ആ ഒരു പൗലോസ് ലീഹയുടെ ദർശനം ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു അപ്പസ്തോലൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷിയായി ഈ ലോകത്തായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതവും മരണത്തെക്കുറിച്ചുള്ള ആ ഒരു ദർശനം പറയണം. 1:21 നമുക്കറിയാം, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ്. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും മരണത്തിൽ അവനോടുള്ള ഐക്യവുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും എന്നൊക്കെ പൗലോസ് ലീഹ പറഞ്ഞുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി ന്യൂമെറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മ ദർശനത്തെക്കുറിച്ച് അധികം കാര്യമായിട്ട് ഈ ലേഖനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ കുറച്ച് സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായം 3-ാം വാക്യം, വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കും. അപ്പം ആരാധന കൃത്യമായിട്ട് നടത്തുവാൻ ആരാണ് വിശ്വാസികളെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിൻ്റെ സഹായം ലഭിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ന്യൂമെറ്റോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ദൈവശാസ്ത്ര അടിസ്ഥാനമായിട്ട് മാറുവാനും അത് സഭയുടെ ആ വളർച്ചയിൽ ദൈവശാസ്ത്ര വളർച്ചയിൽ ഈ ലേഖനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് അത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആത്മാവ് ഐക്യം, സഹനശക്തി, സുവിശേഷ പ്രഘോഷണം എന്നിവയ്ക്ക് കരുത്ത് നൽകുന്നു. ഇനി 10-ാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ പൗലോസ് ലീഹ പ്രാർത്ഥനയും നന്ദി അർപ്പിക്കുന്നു. എല്ലാത്തിനും നന്ദി അർപ്പിക്കുക, എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദിയോടുകൂടി തന്നെ ലേഖനം അല്ലെങ്കിൽ നന്ദിയുടെ പ്രാർത്ഥനയോടുകൂടി തന്നെ ലേഖനം ആരംഭിക്കുന്നു. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ എല്ലാറ്റിലും പ്രാർത്ഥനയുടെ അപേക്ഷയോടും നന്ദിയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുക. പ്രാർത്ഥനയിലൂടെ കൃതജ്ഞതാ പ്രകടനത്തിലൂടെയും അപേക്ഷയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുകയും. 4-ാം അധ്യായം 6-ാം വാക്യം, പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ശാന്തിയും പ്രത്യാശയും നൽകുന്നു എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ക്രിസ്തുവിൻ്റെ വിനയം, ശൂന്യവൽക്കരണം, മഹത്വവൽക്കരണം എന്നിവയിൽ കേന്ദ്രീകരിച്ച് സന്തോഷവും പ്രത്യാശയും നിറഞ്ഞ വിശ്വാസ ജീവിതത്തിനുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഐക്യം, വിനയം, സേവനം, സഹനം, പ്രാർത്ഥന, വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഔദാര്യവും ദാനധർമ്മം എന്നിവയെല്ലാം ക്രിസ്തുവിൽ നിന്നുള്ള ജീവൻ്റെ സമ്പൂർണതയും അല്ലെങ്കിൽ ഒരു സാക്ഷ്യപ്പെടുത്തലുമായിട്ട് തീരുന്നു എന്ന് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലേഖനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ മറ്റ് ലേഖനെ പോലെ പൂർണ്ണതയോടുകൂടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഈ ചിന്തകൾ അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പൗലോസ് ലീഹ എത്രമാത്രം ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നുവെന്നും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തനിക്കുണ്ടായ വ്യഗ്രതയും ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിൽ വേരൂന്നിയ, യേശുക്രിസ്തുവിനെ മാതൃകയാക്കിയ ഒരു ജീവിതമാണെന്നും
യഥാർത്ഥമായി ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്നവർക്ക് യേശുവിനെ സംബന്ധിച്ച സുവിശേഷം പറയാതിരിക്കാൻ സാധിക്കുകയില്ലെന്നും സുവിശേഷ പ്രഘോഷണം അതേസമയം കൊയിനോണിയാൽ കൂട്ടായ്മയിലാണ് നടത്തപ്പെടുന്നതെന്നും പൗലോസ്ലീഹ കാരാഗൃഹത്തിലാണെങ്കിലും മറ്റ് സഭകളുടെ സഹായ സഹകരണങ്ങളിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം ഏർപ്പെട്ടിരിക്കുന്നതെന്നും ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് മാർഗദർശനം നൽകുവാനും സ്വാധീനം ചെലുത്തുവാനും ക്രിസ്തു ദർശനത്തിൽ നമ്മളെ ആഴപ്പെടുത്തുവാനും ഈ ലേഖനത്തിന് കഴിയും. പ്രത്യേകിച്ച് ക്രിസ്തു ദർശന കീർത്തനം അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കൽ ഹിം ഈ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി സഹായിക്കും. കാരണം ക്രിസ്തുവിൻ്റെ ആദ്യം മുതലുള്ള നിലയും മനോഭാവവും നമ്മൾ 6-ാം വാക്യത്തിൽ 2:6 കാണുന്നു. ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് 7-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ 2-ാം ഭാഗം 8-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിൽ നിന്ന് ദൈവം അവനെ ഉയർപ്പിക്കുന്നതിനെ പറ്റി ഉള്ളത് 9-ാം വാക്യത്തിൽ കാണുന്നു. സകല ലോകങ്ങളും ക്രിസ്തുവിന് മുമ്പിൽ മുട്ടുമടക്കുന്നു. ഈ ഉയർത്തപ്പെടലിൻ്റെ ആ 2 തലങ്ങൾ, ആരാധന, മഹത്വം, ഈ 2 തലങ്ങൾ 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കുക എന്ന വിശേഷണം മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ചും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്തു കീർത്തനം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന, അവനിലേക്ക് അനുരൂപപ്പെടുന്ന, അവൻ്റെ മഹത്വപൂർവമായ ശരീരത്തിലേക്ക് ഈ ക്രിസ്ത്യാനിയുടെ സാധാരണമായ അവഗണിക്കപ്പെട്ടതായ ഈ നശ്വരമായ ശരീരം ആയിത്തീരാനുള്ള സാധ്യതയെക്കുറിച്ചും ആയിത്തീരേണ്ടുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കീർത്തനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്നത് വളരെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മളുടെ ഫിലിപ്പിയർക്കെതിരെയുള്ള പഠനം നമ്മൾ പൂർത്തിയാക്കുകയാണ്. അത് നമ്മളെ കൂടുതൽ ആഴമുള്ള തന്നെ ശൂന്യവൽക്കരിച്ച ക്രിസ്തുവിനെ പോലെ നമ്മളും തന്നെ യേശുവിൻ്റെ നാമത്തിൽ ശൂന്യവൽക്കരിക്കപ്പെടുക. അങ്ങനെ ദൈവം നമ്മളെ മൗത്വീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ മഹത്വപൂർവ്വമായ ശരീരത്തോട് ഒന്നിപ്പിക്കുന്ന ആ മൗത്വീകരണത്തിൻ്റെ അനുഭവത്തിന് നമ്മളെ സഹായിക്കുകയും അതിന് വേണ്ടതായ ക്രിയാത്മകമായ ദർശനങ്ങൾ നമുക്ക് നൽകുകയും നമ്മൾക്ക് നമ്മുടെ ഈ ഒരു യാത്ര, സ്വർഗീയ യാത്ര കൃത്യമായിട്ട് വഴിതെറ്റാതെ നടത്തുവാനും ഈ ലേഖനത്തിൻ്റെ പഠനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നന്ദി.